തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി നവീകരണം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ശ്വാസമറ്റ നിലയിലാണ്. പദ്ധതിയുടെ രണ്ടാം ഘട്ടം എങ്ങും എത്തിയിട്ടില്ല. 717 കോടിയുടെ മാസ്റ്റർ പ്ലാനാണ് നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള മാസ്റ്റർ പ്ലാൻ പദ്ധതി ഫയലിൽ വിശ്രമിക്കുകയാണ്. 717 കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും പ്രവർത്തനങ്ങൾ എങ്ങും എത്തിയില്ല. പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പുതിയ ബ്ലോക്ക് നിർമ്മാണവും മൾട്ടി ലെവൽ കാർ പാർക്കിംഗും പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ആശുപത്രിയിലെ ഗതാഗതക്കുരുക്ക് കാലങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നമാണ്. കാറെല്ലാം ഇപ്പോൾ റോഡിലാണ് കൊണ്ടിരുന്നത്. ഇവിടെ എല്ലാം റോഡ് ബ്ലോക്കാണ് എപ്പോഴും 24 മണിക്കൂർ സമയം. പിന്നെ സൈഡിലങ്ങനെ വണ്ടി ഇട്ടിരുന്നത്. ഇതിനെ പോലീസ് ഇവിടുന്ന് വണ്ടി വന്ന് പെറ്റിയടിക്കും, ചില വണ്ടിക്കൊന്നും പെറ്റിയടിക്കില്ല. ഈ വണ്ടി ഇവിടെ നിന്ന് എടുത്ത് മാറ്റാനുള്ള സംവിധാനം രാവിലെ പോലീസ് ഡ്യൂട്ടിക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ എപ്പോഴും വണ്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഈ ചിത്ര ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ സൈഡിൽ. അതുകൊണ്ട് വണ്ടികൾ ബസ് ട്രാൻസ്പോർട്ട് ബസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ബസ് അടുപ്പിച്ച് വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വാഹനം പോകാൻ നിവർത്തിയില്ല. ഒരു 10-20 മിനിറ്റ് സമയം ബ്ലോക്കായി കിടക്കുകയാണ്. രോഗി അത്യാവശ്യമായിട്ട് പെട്ടെന്ന് സ്ഥലത്തുകൊണ്ട് എത്തിക്കാൻ പോലും പറ്റുന്നില്ല. ഹോസ്പിറ്റൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അധികൃതരുടെ വാദം. മേൽപ്പാലവും ആശുപത്രിയിലെ ചില റോഡുകളുടെ അറ്റകുറ്റപ്പണിയുമാണ് മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായി ആകെ നടത്തിയ പ്രവർത്തനങ്ങൾ. 2022 പദ്ധതി പൂർത്തീകരിക്കുമെന്നായിരുന്നു സർക്കാരിന്റെ പ്രഖ്യാപനം. ജനം, തിരുവനന്തപുരം. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ വിജിലൻസിന്റെ പരിശോധന ഇന്ന് രാവിലെ 7:30 ആരംഭിച്ച പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഓഫീസ്, ലാബ്, OP ടിക്കറ്റ് കൗണ്ടർ, ഫയലുകൾ എന്നിവ പരിശോധിച്ചു. രാവിലെ 8 മണിക്ക് OP ആരംഭിക്കുമെങ്കിലും ആ സമയത്ത് പല ഡോക്ടർമാരും എത്തിയിരുന്നില്ല. ആശുപത്രിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടക്കുന്നത് എന്നാണ് വിവരം.